सीताराम। रघुपति राघव राजा राम, पतित पावन सीताराम। रघुपति राघव राजा राम, पतित पावन सीताराम। रघुपति श्री राम जय जय राम, श्री राम जय जय राम। श्री राम जय जय राम, श्री राम जय जय राम। श्री राम श्री राम जय जय राम, श्री राम जय जय राम। श्री राम श्री राम जय जय राम, श्री राम जय जय राम। श्री राम हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण गोविंद जय जय गोपाल जय जय, राधा रमण हरे गोविंद जय जय। गोविंद
गोविन्द जय जय गोपाल जय जय राधारमण हरि गोविन्द जय जय गोविन्द जय गोविन्द जय जय गोपाल जय जय राधारमण हरि गोविन्द जय जय गोविन्द गोविन्द जय जय गोपाल जय जय राधारमण हरि गोविन्द जय जय गोविन्द गोपाल जय जय राधारमण हरि हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna हरे कृष्णा। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्णा करुणा सिन्धु दीनबन्धु जगत्पते गोपेश गोपिका कान्ता राधा कान्त नमोस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ പ്രണാമം. മുകുന്ദമാല സ്തോത്രം 2-ാം ദിവസം.
ഇന്നലെ നമ്മൾ 10ാമത്തെ ശ്ലോകം വരെ നോക്കി. അതായത് 10ാമത്തെ ശ്ലോകം വളരെ വളരെ അർത്ഥവത്തായ ഒരു ശ്ലോകം. മാഭിർമന്ദമനോ വിചിന്യ ബഹുധാ യാമീശ്ചിരം യാതന നൈവാമി പ്രഭവന്തി പാപരിപവഃ സ്വാമീ നനു ശ്രീധര ആലസ്യം വ്യപനീയദ്ഭക്തി സുലഭം ധ്യായസ്വ നാരായണം ലോകസ്യ വ്യസനാ അപനോധന കരോ ദാസസ്യ കിംന ക്ഷമഃ. അതായത് 14 ലോകവും നയിച്ചു കൊണ്ടുപോകുന്ന സർവേശ്വരൻ ഒരു ദാസൻ്റെ ജീവിതം നയിക്കാതെ ഉപേക്ഷിക്കുമോ? ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ദൈവം ഒരു സാധാരണ ഭക്തൻ്റെ കാര്യം നോക്കാതെ വിടോ? ഒരിക്കലുമല്ല. ചിലപ്പം ജീവിതമാകുന്ന യാത്ര മുഴുവനും നമ്മൾ എടുത്തു നോക്കുമ്പോൾ നടുക്ക് പരീക്ഷണഘട്ടങ്ങൾ, ദുഃഖം, നിരാശ, വിഷമം ഇതെല്ലാം നമുക്ക് അനുഭവപ്പെടാം. അപ്പം സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ മനസ്സിലൊരു ചോദ്യം വരും, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ചെയ്തിട്ടും എനിക്കെന്തിനാ ഇങ്ങനെ ഒരു പരീക്ഷണം വന്നത് എന്നൊരു ചോദ്യം വരും. ഓരോ പരീക്ഷണത്തിൻ്റെ അപ്പുറത്തൊരു വിജയമുണ്ടായിരിക്കും. പരീക്ഷണങ്ങൾ നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്, അല്ലാതെ മറിച്ച് നമ്മുടെ ജീവിതത്തിനെ തടസ്സപ്പെടുത്തുന്നതല്ല. അതിനെ ഒരു തടസ്സമായി കാണരുത്, പരീക്ഷണത്തിനെ തടസ്സമായി കാണരുത്. അത് നമ്മളെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഉയർത്താനുള്ള ഒരു പടിയാണ്. ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി പരീക്ഷയെ തടസ്സം എന്ന് വിചാരിക്കും. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പരീക്ഷ ഇഷ്ടപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ? ഇതെന്താ പരീക്ഷയെ വരാത്തത്, അങ്ങനെയൊക്കെ കാത്തിരുന്നവരുണ്ടോ? എല്ലാ കുട്ടികൾക്കും ഇഷ്ടമല്ല, പരീക്ഷ ഇഷ്ടമല്ല. പക്ഷേ ആ പരീക്ഷണമാണ് ആ കുട്ടിയെ 5-ലിരുന്ന് എങ്ങോട്ട് കൊണ്ടുപോകുന്നത്? 6-ലേക്ക്. ഇത് ആത്മീക സാക്ഷാത്കാരം നേടിയ ഒരു വ്യക്തിക്ക് അത് മനസ്സിലാവുള്ളൂ. ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങളും തടസ്സങ്ങളെല്ലാം അടുത്ത ഒരു ഉയർന്ന പടിയിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് എന്ന് പറഞ്ഞു. 14 ലോകം, മണ്ഡ ചരാചരം, ചലിക്കുന്നത് ചലിക്കാത്തത്, ഗ്രഹങ്ങൾ, ഇതെല്ലാം നടത്തിക്കൊണ്ടുപോകുന്ന ദൈവത്തിന് ഒരു ദാസൻ്റെ ജീവിതം നോക്കാനാണോ പാട്? ഈ ചോദ്യവും കൂടെ അദ്ദേഹം ചോദിച്ചിട്ട് മുഴുവൻ രാജ്യവും മന്ത്രിമാരുടെ കയ്യിൽ കൊടുത്ത് തൻ്റെ മകളെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം ശ്രീരംഗത്തിലേക്ക് പോയി. ആര്? കുലശേഖര രാജാവ് സന്യാസം എടുത്തു. എല്ലാവരും നമ്മുടെ ലൈഫിൽ ഈ ഭൗതിക യാത്രയ്ക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് വയ്ക്കണം. അത് വയ്ക്കാൻ തയ്യാറായില്ലെങ്കിൽ പുനരപി ജനനം പുനരപി മരണം പുനരപി ജഠരീ ജനനീ ശയനം ഇതി സംസാര വിമോചന മാർഗം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അതിനു വേണ്ടിയ ഒരു സാക്ഷാത്കാരം, ഒരു എന്താ പറയുക, റിട്ടയർമെൻറ്റ്, വിരാമം എന്നൊക്കെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശരി, ഇന്ന് 11ാം ശ്ലോകം. അതിൽ കടക്കുന്നതിന് മുമ്പേ ഇന്നലെ ഇറങ്ങിപ്പോയപ്പോൾ ഒരു ഭക്തൻ ചോദിച്ചു, ആത്മീക ജീവിതത്തിന് ഒരു ഗുരുവിനെ സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണോ എന്നൊരു വ്യക്തി ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു പൊതുവിൽ അതിൻ്റെ മറുപടി കൊടുക്കാം, എല്ലാവർക്കും പ്രയോജനപ്പെടും. ഇത് കേട്ടിട്ട് നാളെ ആരും വരാണ്ടിരിക്കരുത്. ആത്മീക ജീവിതത്തിൽ ഒരു ഗുരുവിൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ലേ? എന്താണ് നിങ്ങളെല്ലാവരുടെയും മറുപടി? ഗുരു വേണോ വേണ്ടേ? വേണം. അതെ. കാരണം
ഒരു ഭൗതിക വിഷയം പോലും നമുക്ക് ഗുരു ഇല്ലാതെ പഠിക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും അക്ഷരവിദ്യാഭ്യാസം, മറ്റ് ഭൗതിക കാര്യങ്ങൾ, ഇതെല്ലാം നമ്മളെല്ലാവരും ഗുരുമുഖേന പഠിച്ചിട്ട് വന്നതാണ്. സാധാരണ ഭൗതിക വിഷയം പോലും നമ്മൾ ഗുരുവിലിരുന്നാണ് പഠിക്കുന്നത്. ചിലരൊക്കെ പറയും, എനിക്ക് ഈ അവിയൽ പഠിപ്പിച്ചു കൊടുത്തത് എൻ്റെ അമ്മൂമ്മയാണ്, മുത്തശ്ശിയാണ്, അങ്ങനെയൊക്കെ ചിലർ പറയും. സാധാരണ നിസാരമായ ലൗകിക ജീവിതത്തിലുള്ള കാര്യങ്ങൾ പോലും പഠിപ്പിക്കാൻ നമുക്കൊരു ഗുരു ആവശ്യമായപ്പോൾ ആത്മീക കാര്യങ്ങൾ പഠിപ്പിക്കാൻ നമുക്ക് ഗുരു വേണോ വേണ്ടേ? വേണം. ശരി, ഗുരു വന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇതേ ഹരേ കൃഷ്ണ മന്ത്രം തന്നെയാണ് നമുക്ക് വീണ്ടും ചൊല്ലിത്തരുന്നത്. ഹരേ കൃഷ്ണ മന്ത്രം നമ്മൾ പണ്ടേ കേട്ടിട്ടുള്ളതാണല്ലോ, പുതിയതൊന്നല്ല. വർഷങ്ങളായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ, ഏത് കേരളത്തിൽ അമ്പലത്തിൽ പോയാലും രാത്രി ശീവേലി ആകുമ്പോൾ ഹരേ രാമ ഹരേ രാം, അത് ഒരേ ട്യൂണാണ്, കേരളം മൊത്തം ഒരു ട്യൂണാണ്. എല്ലാവരും ഈ മന്ത്രം കേട്ടിട്ടുണ്ട്, പുതിയതൊന്നല്ല. ഗുരുവിലിരുന്ന് മന്ത്രദീക്ഷ സ്വീകരിക്കുമ്പോൾ ഗുരുവും അതേ മന്ത്രം തന്നെയാണ് തരുന്നത്. പിന്നെന്താ പ്രത്യേകത? നിഷ്ഫലമതഃ. മന്ത്രം നമ്മൾ സ്വന്തമായിട്ട് ജപിച്ചു കഴിഞ്ഞാൽ അതിന് ഫലം കുറവാണ്. അത് ചെയ്യുന്ന ഒരാൾ നമുക്ക് അനുഗ്രഹത്തോട് തരുമ്പോൾ അതിന് ഫലം കൂടുതലാണ്, അല്ലേ? ഇപ്പം എൻ്റെ പോക്കറ്റിൽ 100 രൂപയുണ്ട്. ആരെങ്കിലും വന്ന് 50 രൂപ ചോദിച്ചാൽ എനിക്ക് കൊടുക്കാം. 200 രൂപ ചോദിച്ചാൽ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ഉള്ളതേ പറ്റുള്ളൂ. അപ്പം നമ്മൾ പൂജ്യമാണ്. ഇത്രയും ഉയർന്ന നാമത്തിനെ സ്വീകരിക്കാനും ജപിക്കാനുമുള്ള പ്രാപ്തിയും പുണ്യവും ഇല്ല. അപ്പോൾ അവിടെ എത്രയോ വർഷങ്ങളായി ജപിച്ചുകൊണ്ടിരിക്കുന്ന, ആത്മീക സാധന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആധ്യാത്മിക ഗുരു നമ്മളെ കണ്ടിട്ട്, ശരി, ഈ വ്യക്തിക്ക് ജപിക്കാനുള്ള അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആ മന്ത്രം തരുമ്പോൾ അതിന് ഫലം കൂടുതലാണ്. ഗുരുമുഖത്തിലിരുന്ന് സ്വീകരിക്കുമ്പോൾ അതിന് പൂർണ്ണ ഫലം ലഭിക്കും. ഇപ്പം നമ്മളെല്ലാവരും ഈ ഗീതയൊക്കെ മനസ്സിലാക്കുന്നു എന്ന് വെച്ചാൽ പോലും ഇതെല്ലാം പ്രഭുപാദരുടെ കൃപയില്ലാതെ നടക്കുമോ? പ്രഭുപാദ് സ്വാമികൾ തൻ്റെ അവസാനത്തെ 10-13 വർഷം മെനക്കെട്ടിരുന്ന് ഗ്രഹമുപേക്ഷിച്ച്, തൻ്റെ ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ച് വൃന്ദാവനത്തിൽ അഭയം തേടി അവിടെ ഇരുന്ന് ദിവസവും 10-12 മണിക്കൂർ, 3 ദിവസത്തിൽ ഒരിക്കൽ ഭക്ഷണവും കഴിച്ച് 10-12 മണിക്കൂർ ഇരുന്ന് ഈ പുസ്തകങ്ങളെല്ലാം എഴുതി വെച്ചത് കൊണ്ട് നമ്മളിതെല്ലാം വായിച്ച് പറയും. ഇല്ലെങ്കിൽ ആർക്കും അറിയില്ല. അപ്പോൾ ഓൾറെഡി നമ്മളെല്ലാവരും പ്രഭുപാദ് സ്വാമികളെ പരമശിക്ഷാ ഗുരുവായി സ്വീകരിച്ചു കഴിഞ്ഞു, അല്ലേ? അദ്ദേഹത്തിൻ്റെ കൃപ കൊണ്ടല്ലേ നടക്കുന്നത്. മഹാ അത്ഭുതമാണ്. ഇപ്പം ഇത്രയും പേര് കൂടിയിരിക്കുന്നു, എല്ലാവർക്കും ഒരു കടലാസും കൊടുത്ത് 500 വേർഡ്സിൽ കൃഷ്ണനെ കുറിച്ച് ഒരു എസ്സേ എഴുതും. എല്ലാവർക്കും ഇപ്പോൾ ഒരു പേപ്പറും കൊടുത്ത് 500 വേർഡ്സിൽ ഒരു എസ്സേ എഴുതു എന്ന് പറഞ്ഞാൽ ചിലർ എഴുതുമായിരിക്കും, ആലോചിക്കും, ഒരു 10 പേപ്പർ കീറിയിടും, പുതിയ പേപ്പർ എടുക്കും. ഇത്ര പുസ്തകങ്ങൾ എഴുതിയ വ്യക്തിയാണ് പ്രഭുപാദർ. ഏകദേശം 15,000 കൂടുതൽ സംസ്കൃത ശ്ലോകങ്ങൾ വ്യാഖ്യാനം തർജിമ ചെയ്തതാണ്. ആലോചിച്ച് നോക്കൂ. ഒരു തവണ പോലും പ്രഭുപാദർ തെറ്റിപ്പോയി കേട്ടോ, ആദ്യം തൊട്ട് എഴുതാം എന്ന് തിരുത്തിയിട്ടേയില്ല. ഒരു തവണ പോലും അത് മറന്നുപോയി, ഞാനൊന്ന് ഓർത്തെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. എങ്ങനെയാണോ അണ തുറന്നു വിട്ടാൽ, ഡാം തുറന്നാൽ വെള്ളം നിൽക്കാതെ വരുന്നത്, 15,000 സംസ്കൃത ശ്ലോകത്തിനും അദ്ദേഹം ഒരു അക്ഷരം പിഴ വരുത്താതെ മുഴുവനും തർജിമ ചെയ്യുകയും വ്യാഖ്യാനം ചെയ്യുകയും ചെയ്തു. സാധാരണ മനുഷ്യർക്ക് സാധിക്കുമോ? ഇല്ല. ഗണപതിക്ക് പോലും അത് സാധിച്ചില്ലെന്നാണ് പറയുന്നത്. മഹാഭാരതം എഴുതിയതാരാ? വ്യാസനോ ഗണപതിയോ? ഓക്കെ,
വ്യാസനാണ് ഗ്രന്ഥകർത്താവ്, പക്ഷെ അതിന് എഴുതിയത് ഗണപതി. ഓക്കെ. വ്യാസമഹർഷി ഈ മഹാചരിത്രം, ഇതിഹാസം എഴുതാൻ നല്ല യോഗ്യനായ ഒരാളെ അന്വേഷിച്ചു. അത് ഗണപതി. സ്പീഡിൽ. അപ്പോൾ ഗണപതി പറഞ്ഞു, ഞാൻ എഴുതാം, പക്ഷേ ഒരു കണ്ടീഷൻ, നടുക്ക് നിർത്താനൊന്നും പാടില്ല, നിർത്തിയാൽ ഞാൻ വെച്ചിട്ട് പോകും. അപ്പോൾ വ്യാസം വിചാരിച്ച് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, എനിക്ക് ആലോചിച്ചൊക്കെ പറയണ്ടേ, നിർത്തിയാൽ എണീറ്റ് പോയാൽ എങ്ങനെ? അപ്പോൾ വ്യാസൻ ഒരു കണ്ടീഷൻ വെച്ചു, എന്നാൽ ശരി ഞാൻ നിർത്തൂല, നീ അർത്ഥം മനസ്സിലാക്കാതെ ഒന്നും എഴുതാൻ പാടില്ല. അപ്പോൾ രണ്ടുപേരും കുടുങ്ങി. അപ്പോൾ മഹാഭാരതം വായിച്ചു കഴിഞ്ഞാൽ ഒരു 4 ശ്ലോകം 3 ശ്ലോകം കഴിയുമ്പോൾ അതിനകത്തൊരു കടങ്കഥ വരും. എന്തിനായി കടങ്കഥ ഇട്ട് കൊടുക്കുന്നത്? ഗണപതി ഒന്ന് ഓർത്ത് ഉത്തരം കണ്ടുപിടിച്ച് എഴുതാൻ. ആ സമയം കൊണ്ട് വ്യാസൻ അടുത്തത് ചിന്തിച്ചെടുക്കും. ദേവന്മാർക്ക് പോലും ഇത് സാധ്യമല്ല. പക്ഷേ പ്രഭുപാദർ ഒരു ശ്ലോകം പോലും തിരുത്തിയിട്ടേ അല്ല, തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്തിട്ടോ യാതൊന്നും തന്നെയില്ല. സാധാരണ വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ ഇത് സാധ്യമല്ല. അങ്ങനെ ഒരു മഹാത്മാ എഴുതിയ ഗ്രന്ഥങ്ങൾ കൊണ്ടാണ് നമുക്കിന്നിതെല്ലാം മനസ്സിലാക്കാനും ജപിക്കാനും ഇതെല്ലാം സാധിച്ചത്. സ്വാമി പ്രഭുപാദ് കി. അടുത്തത് 11ാമത്തെ ശ്ലോകം. ഭവജലതി ഗതാനാം ദ്വന്ദ്വവാതാഹതാനാം സുത ദുഹൃതൃ കളത്രത്രാണ ഭാരതാതിഥാനാം വിഷമ വിഷയത്തോയേ മജ്ജതാം അപ്ലവാനാം ഭവതി ശരണം ഏകോ വിഷ്ണുപോതോ നരാണാം. ഇത് ചിലപ്പം പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. പറയണോ വേണ്ടയോ? നമ്മളെല്ലാവരും കുടുംബം എന്ന് പറയുന്ന കാട്ടുതീയിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയാം, ആരും എൻ്റെ അടുത്ത് ദേഷ്യപ്പെടരുത്. ചാണക്യൻ പറഞ്ഞതാണ്, ബന്ധുജനങ്ങളും ഒരു തരത്തിൽ കൊള്ളക്കാരാണ്. കള്ളൻ ദേഷ്യത്തിൽ കൊള്ളയടിച്ചുകൊണ്ട് പോകും, നമ്മുടെ ബന്ധുക്കൾ ചിരിച്ചുകൊണ്ട് കൊള്ളയടിച്ചിട്ട് പോകും. സമ്മതിക്കുന്നോ ഇല്ലേ? ആരും സമ്മതിക്കുന്നില്ല. അതെ, ശത്രുക്കൾ വന്ന് ദേഷ്യത്തിൽ നമ്മുടെ പോക്കറ്റിലുള്ളതെല്ലാം കൊള്ളയടിച്ചിട്ട് പോകും. ബന്ധുജനങ്ങൾ ചിരിച്ചുകൊണ്ട് കൊള്ളയടിക്കും. അവർ കൊള്ളയടിക്കുകയാണെന്നുള്ള കാര്യം പോലും നമുക്കറിയാൻ പറ്റില്ല. ഒരു കാട്ടുതീ പോലെ, ആ കാട്ടുതീയിന് തുടക്കമേ ഉള്ളൂ, അവസാനമില്ല. ഭവജല, സംസാര സാഗരം. ഇപ്പോൾ ഈ കാട്ടുതീയിന് കാരണം അന്വേഷിക്കാൻ പറ്റില്ല. ഈ അടുത്ത കാലത്ത് 1 കൊല്ലം മുമ്പേ എങ്ങാണ്ടോ ഓസ്ട്രേലിയയിൽ ഇങ്ങനെ കാട്ടിൽ മരങ്ങൾ ഒരഞ്ഞ് തീ പിടിച്ച് 20,000 ഈ ജീവികളാണ് അകത്ത് കുടുങ്ങി മരിച്ചു പോയത്. ഈ കാട്ടുതീ പിടിച്ചാൽ ഇങ്ങനെ രക്ഷിക്കാനൊന്നും പറ്റില്ല. ഇപ്പോഴും ചില നാടുകളുണ്ട്, ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലൊക്കെ പുകയിട്ട അടുത്ത നാട്ടിലെ ആൾക്കാർ ഇത് ചുമച്ചുകൊണ്ടിരിക്കും. അത്രയ്ക്കും പുകയും കാട്ടുതീയാണ്. കാട്ടുതീയിനൊരു തുടക്കം മാത്രമേ ഉള്ളത്. എന്താ, എങ്ങനെയാ, ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഭൗതിക ജീവിതത്തിലുള്ള ആഗ്രഹവും ഇതുപോലെയാണ്. ഒരു തുടക്കം മാത്രമേ ഉള്ളൂ, അതിനെ ആർക്കും ഇല്ലാതാക്കാൻ പറ്റില്ല. അത് വേണം, ഇത് വേണം, ഇത് വേണം, ഇനിയും വേണം, മറ്റത് വേണം എന്ന് ഇങ്ങനെ മനുഷ്യൻ്റെ ആർത്തി കൂടിക്കൊണ്ടേയിരിക്കും. പണ്ട് രാജാക്കന്മാരങ്ങനെ ഓരോ രാജ്യങ്ങൾ കീഴ്പ്പെടുത്തുക, അടുത്തത് കീഴ്പ്പെടുത്തുക, അതിൻ്റെ അടുത്തത് കീഴ്പ്പെടുത്തുക, വേണം, ഇനിയും വേണം, ആർത്തി. നമ്മുടെ നാട്ടിൽ ഒരു ബ്രാഹ്മണൻ്റെ കഥ പറയും. മഹാപിശുക്കൻ. വെയിലത്ത് നടന്ന് 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 വേർത്ത് ക്ഷീണിച്ച് എവിടെയോ ഒരു കടയിലെത്തി കുട വാങ്ങിക്കാൻ പോയി. കുടയ്ക്ക് എന്നാ വിലയാണ്? കടക്കാരൻ പറഞ്ഞ് 10 രൂപ. ഈ പിശുക്കൻ ചോദിച്ചു 5 രൂപയ്ക്ക് കുട തരുമെന്ന് ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞു ഇവിടെ കിട്ടില്ല. ഒരു 2 കിലോമീറ്ററും കൂടെ നടന്ന അപ്പുറത്തൊരു കടയുണ്ട്, അവിടെ വന്നിട്ട് 5 രൂപയ്ക്ക് കിട്ടും. ഉള്ള വെയിലെല്ലാം കൊണ്ട് വിയർത്ത് ഈ കുടയുടെ പർപ്പസ് എന്താണ്? ഇതെല്ലാം കൊണ്ട് വിയർത്ത് ക്ഷീണിച്ച് ആ കടയിലെത്തി. എന്താ വില? 5 രൂപ. 2 രൂപയ്ക്ക് തരുന്നു. ഇവിടെ ഇല്ല.
ഇനി ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ 2 രൂപയ്ക്ക് കുട കിട്ടും. വീണ്ടും ആൾ നടന്ന് അവശനായി. എന്താ വില? 2 രൂപ. 1 രൂപയ്ക്ക് തരുമോ? കുറച്ചും കൂടെ നടന്നാൽ മതി. നടന്ന് അവസാനം അവിടെ എത്തി. 1 രൂപ കുട 50 പൈസയ്ക്ക് തരുമോ? ആ കടക്കാരൻ പറഞ്ഞ് നീ കാശേ തരണ്ട, 1 കുട ഫ്രീ ആയിട്ട് എടുത്തോ. ഉടനെ എന്നാ 2 എണ്ണം താ. ഇതാ നമ്മുടെ ജീവിതം അല്ലേ? ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, കുറേ പേര് മിഡിൽ ഈസ്റ്റിന് 2 കൊല്ലത്തേക്ക് വന്നവരാ. 2 കൊല്ലം പോകണം, ജോലി ചെയ്യണം, എല്ലാം ശരിയാക്കണം, തിരിച്ച് നാട്ടിൽ പോകണം. അങ്ങനെ വന്നവരാരെങ്കിലും ഉണ്ടോ? 20ആയി, ആരും തിരിച്ചു പോകില്ല. ആഗ്രഹം കാട്ടുതീ പോലെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിനെ നീക്കി വെച്ചുകൊണ്ടേയിരിക്കും. ഈ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിനൊരു അന്ത്യമില്ല. ബുദ്ധിമാന്മാരാണ് ഒരു 55-60 വയസ്സാകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നത്? ഒരു ഫുൾ സ്റ്റോപ്പ് വയ്ക്കും. ലൈഫ് ഒരു സ്വിങ് ആണ്, ഊഞ്ഞാലാണ്, തിരിച്ചു വരണം. ഈ ഊഞ്ഞാലിൽ ഒരു കുട്ടിയെ ഇരുത്തിയിട്ട് തള്ളിയിട്ടു. ഈ ഊഞ്ഞാൽ തിരിച്ചു വന്നില്ലെങ്കിലോ എന്ത് സംഭവിക്കും? കുട്ടി കൈവിട്ട് പോകും. ജീവിതം അങ്ങനെയാണ്. ഇഴയുന്ന പ്രായത്തിൽ തുടങ്ങി നടന്നു, ഓടിച്ചാടി, പഠിക്കാൻ പോയി, വിവാഹം കഴിച്ചു, കുട്ടികളായി, ജോലിയായി, അവസാനം വീണ്ടും എവിടെയായി? ഇഴയുന്ന പ്രായത്തിലായി. ആത്മീകമെന്ന് പറഞ്ഞാൽ ഒരു 50-60 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അൺവൈൻഡിങ് ചെയ്യണം. ഇത്ര ദിവസം ടൈറ്റാക്കിയത് മുഴുവനും എന്ത് ചെയ്യണം? പതുക്കെ വിടണം, ലൂസാക്കി പഴയ പോലെ കൊണ്ടുവരണം. അല്ലെങ്കിൽ എന്താകും? പരീക്ഷയിൽ തോറ്റ് പുനരപ്പി ജനനം, പുനരപ്പി മരണം, പുനരപ്പി വീണ്ടും ജനിക്കേണ്ടി വരും. ഈ ചക്രം തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആചാര്യൻ പറയുന്നു, ഈ കാട്ടുതീ പോലെയാ, സംസാര സാഗരം പോലെയാണ് വിഷയം. ഇതൊരു വിഷമാണെന്ന് പറയും. വിഷയം എന്ന് നമ്മൾ പറയാറില്ലേ? രണ്ടും ഒരേ ശബ്ദമാണ്. ആചാര്യൻ ഇവിടെ സംസ്കൃതത്തിൽ വിശദീകരിക്കുന്നു, ഭൗതിക വിഷയങ്ങളെല്ലാം ഒരു കണക്കിന് വിഷം തന്നെയാണ്. എല്ലാം വിഷം തന്നെയാണ്. അത് നമ്മളെ കുടുക്കി വച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് പുറത്തു വരണം എന്ന ഒരു ചിന്ത പോലും നമുക്കില്ല. പക്ഷേ ആത്മീകതയിൽ ഒരു ചുവടെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പരാജയപ്പെട്ടാലും അത് വിജയമാണ്. ഭൗതിക ലോകത്തിൽ എത്ര വിജയിച്ചാലും അത് അവസാനം പരാജയമാണ്. ഒരുപാട് മെനക്കെട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവസാനം ഒരു തെറ്റും ചെയ്യാതെ പഴിച്ചൊല്ല് കേട്ട അനുഭവം ആർക്കെങ്കിലും ഉണ്ടോ? കുറ്റം കേട്ടത് എല്ലാവർക്കും ഉണ്ട്. ഒരു തെറ്റും ചെയ്യാതെ അവസാനം കേൾക്കേണ്ടി വന്നു. എത്ര പെർഫെക്റ്റ് ആയിട്ടിരുന്നാൽ പോലും പ്രഭുപാദ് സ്വാമികൾ മഹാത്മാഗാന്ധിയുടെ കഥ പറഞ്ഞു. അദ്ദേഹം ഒരുപാട് ജനങ്ങൾ, ഭൂരിപക്ഷം ആൾക്കാരും അംഗീകരിക്കുന്ന ഒരു സാത്വികനാണ് അദ്ദേഹം. ആര്? മഹാത്മാഗാന്ധി. അഹിംസാ മാർഗത്തിൽ കൂടെ സഞ്ചരിച്ചു, ലോകത്തിന് കുറേ നന്മ ചെയ്തു, രാജ്യത്തിന് കുറേ നന്മ, അതിലൊന്നും ആർക്കും തർക്കമില്ല. അവസാനം അദ്ദേഹത്തിനെ വെടിവെച്ച് കൊന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം മഹാത്മാഗാന്ധിയെ കുറ്റം പറഞ്ഞു. എന്താണ്? ഞങ്ങൾ അപ്പോഴേ ഈ മീറ്റിങ്ങിന് പോകണ്ട എന്ന് പറഞ്ഞതാ, ഞങ്ങൾ പറഞ്ഞതൊന്നും കേൾക്കാതെ അദ്ദേഹം ഈ മീറ്റിങ്ങിന് പോയി എന്ന് പഴി ചൊല്ലി. ഇത്രയും നന്മ ചെയ്തിട്ടും ഒരു തെറ്റ് വന്നാൽ ഈ ഭൗതിക ലോകം എന്ത് ചെയ്യും? ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കും, വലുതാക്കും. ആത്മീകതയിൽ അങ്ങനെയല്ല. പരാജയം പോലും ഒരു വിജയമാണ്. ഈ 2 കഴുകന്മാരുണ്ട്, ജടായു, സമ്പാതി. രാമായണത്തിൽ ഈ 2 പേരും കേട്ടിട്ടുണ്ടോ? ജടായുവും സമ്പാതി, 2ഉം സഹോദരന്മാരാണ്. ഹിമാലയൻ വൾച്ചേഴ്സ്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ഈ സാധനത്തിനെ കണ്ടിട്ടുള്ളൂ. ഈ ശവം തിന്നുന്ന കഴുക്, വലുത്. ഹിമാലയൻ താഴ്വരകളിൽ, വാലീസിൽ മാത്രം കാണാൻ പറ്റും. ഏകദേശം ഈ സ്റ്റാൻഡിൻ്റെ 1/4 ഭാഗം പൊക്കം വരും ആ സാധനം. നല്ല ഒരു 1 മീറ്റർ വീതിയൊക്കെ ഉണ്ടാവും. അത് ഒരു പശുവിൻ്റെ സൈസ് ഉണ്ടാവും അത്. ഇനി അത് ചിറക് വിരിച്ചാലോ ഇപ്പുറത്തൊരു 20 അടി നീളം ഉണ്ടാവും, അപ്പുറത്തൊരു 20 അടി നീളം ഉണ്ടാവും അതിൻ്റെ ചിറക്. ഒരു ചിറക് തന്നെ ഈ വാൾ തൊട്ട് ഈ വാൾ വരെ ഇത്രയും നീളം ഉണ്ടാവും അതിൻ്റെ ചിറക്. അതിൻ്റെ എൻഡിൽ ഇങ്ങനെ മേലെ നിൽക്കും. ഇത് നോക്കിയാണ് വിമാനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എൻഡിൽ ഇങ്ങനെ മേലെ നിൽക്കും ചിറക്. ആ സാധനം കണ്ട് ഇത് ഈ പക്ഷികളെ പോലെ പടപട അടിക്കുകയൊന്നുമില്ല. അത് അങ്ങനെ ഒരടി അടിക്കും, അതിനെ ഫ്ലോട്ട് ചെയ്യും ഈ സാധനം.
ഇതെന്താ ചെയ്യുക? പശുവിനെ വരെ തൂക്കിക്കൊണ്ട് മേലെ പോകും. നിങ്ങൾ യൂട്യൂബിൽ പോയാൽ ഈ ഹിമാലയൻ വൾച്ചേഴ്സിൻ്റെ വീഡിയോ കാണാം. പശുവിനെ വരെ തൂക്കിക്കൊണ്ടുപോയി ഉയരെ കൊണ്ടുപോയി വിടും. ഇതങ്ങ് താഴെ വീഴും. വീണ്ടും വന്ന് എടുക്കും. 3 പ്രാവശ്യം വീഴുമ്പോൾ അതിൻ്റെ പണി കീറും. എടുത്തുകൊണ്ട് പോയിട്ട് മഹാപ്രസാദേ ഗോവിന്ദൻ വന്ന് തിന്നുകൊണ്ടിരിക്കും. വല്ലാത്ത സാധനമാണ് ഈ ഹിമാലയൻ വൾച്ചേഴ്സ്. ആ വർഗത്തിലാണ് ഇവർ 2 പേരും. ആര്? ജടായുവും സമ്പാത്തിയും. ഇത് രണ്ടും എവിടെയെല്ലാം ആൾക്കാർക്ക് ആവശ്യം, യുദ്ധത്തിന് ആവശ്യമുണ്ടോ ഇവരെ വന്ന് വിളിച്ചുകൊണ്ട് പോകും. ദേവാസുര യുദ്ധം, അവിടെ അപ്പുറത്ത് യുദ്ധം, ഇവിടെ ഇപ്പുറത്ത് യുദ്ധം. ദേവന്മാരല്ല ഈ 2 സഹോദരന്മാരെയും കൊണ്ടുപോകും, ജടായുവും സമ്പാത്തിയും. കാരണം ഇതുങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ യാതൊരു കാരുണ്യവും ഇല്ലാതെ ശത്രുക്കളെ കൊന്നുകുവി. അങ്ങനെ ഭയങ്കര പവർഫുള്ളാണ് ഇവർ 2 പേരും. ഒരു യുദ്ധത്തിൽ പോയപ്പോൾ ഇവരുടെ ചിറക് കരിഞ്ഞു പോയി, കത്തിപ്പോയി. അങ്ങനെ 2ഉം നിലത്ത് വീണു. ജടായു പഞ്ചവട്ടി നാസിക്കിൽ വീണു, സമ്പാത്തി രാമേശ്വരത്ത്. 2 വീണപ്പോൾ ദൂരെ ആയിപ്പോയി 2 സാധനം. ഏത് 2ഉം? ജടായുവും സമ്പാത്തി. ജടായു പഞ്ചവടിയിൽ വീണു, സമ്പാത്തി രാമേശ്വരത്തിൽ വീണു. ഇതിന് ഇനിയൊരു കഥയുമുണ്ട്. ഈ ജടായു ദശരഥ ചക്രവർത്തിയുടെ ബാല്യകാല സുഹൃത്താണ്, ദശരഥൻ്റെ സുഹൃത്താണ്. അപ്പോൾ ഒരു ദിവസം ഇവർ 2 പേരും ഇരുന്ന് സംസാരിക്കുമ്പോൾ ജടായു പറഞ്ഞു, ഞാൻ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്. ഈ യുദ്ധത്തിലെല്ലാം ചെന്ന് ഒത്തിരി ആൾക്കാരെ കൊന്നു കൂട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ മരിച്ചാൽ ഏത് നരകത്തിലായിരിക്കുമോ പോവുക? അതുമാത്രമല്ല, മരണസമയത്ത് മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവസാന അന്ത്യേഷ്ടിക്രിയ, അവസാനത്തെ കർമ്മം ചെയ്യാൻ ഒരു മകൻ പോലും എനിക്കില്ലല്ലോ. വളരെ അത്യാവശ്യമാണ്. അതായത് മരണം കഴിയുമ്പോൾ ഗൃഹസ്ഥർക്ക് അവരുടെ പുത്രന്മാർ വന്നിട്ട് അന്തേ നാരായണ സ്മൃതി കായേന വാച മനസേന്ദ്രിയേർവാ പ്രകൃതേർ സ്വഭാവ കരോമി അന്യത് സകലം പരസ്മൈ എന്ന് പുത്രന്മാർ വന്ന് പിണ്ടദാനം ചെയ്താലേ അവർക്ക് അടുത്ത തലത്തിലേക്ക്, മോക്ഷത്തിലേക്ക് ഉയരാൻ ഒരിതുള്ളൂ. ഇപ്പം ചിലർക്കൊരു ചോദ്യം വരാം, എനിക്ക് മകനില്ലല്ലോ, എന്ത് ചെയ്യാം? ഇന്ന് കാലത്ത് അതിനൊന്നും പ്രസക്തിയില്ല. മക്കൾ ആരാണെങ്കിലും ചെയ്യാം, മരുമക്കൾക്ക് ചെയ്യാം. അഥവാ നിങ്ങൾക്ക് ആരെയും കിട്ടിയില്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ വന്ന് ചെയ്തു തരും. ഇപ്പോൾ പുതിയതായിട്ട് ഡൽഹിയിൽ ഒരു കമ്പനി തുടങ്ങിയിരിക്കുക, 30,000 രൂപ അടച്ചാൽ അവർ വന്ന് ചെയ്തു തരും. അന്ധേ നാരായണ സ്മൃതി വളരെ അത്യാവശ്യം. അപ്പം ജടായു ദശരഥൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പുത്രന്മാരില്ല, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആര് ചെയ്യും? അപ്പോൾ ദശരഥനും പുത്രന്മാരില്ല ആ സമയത്ത്. ദശരഥൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകൻ ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി അയച്ചു തരാമെന്ന്. ആ വാക്ക് കാരണമാണ് പിന്നീട് ജടായുയുടെ മരണസമയത്ത് ആര് വന്ന് ആ കർമ്മം ചെയ്തു കൊടുത്തത്? ശ്രീരാമൻ വന്ന്. ഇത് 2ഉം വേറെ സൈഡ് വന്ന് വീണു. ഇപ്പോൾ ഇവരുടെ ചിറകെല്ലാം കരിഞ്ഞു പോയി. പഴയ പോലെ ഉയരെ പറന്ന് ശത്രുക്കളെ ആക്രമിച്ചിതൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ കഴുകന്മാർ, ഈ പക്ഷികൾക്കൊരു സ്വഭാവമുണ്ട്. അവരുടെ ചിറക് വളരെ ടെൻഡറായിരുന്നാൽ മാത്രമേ ഉയരെ പറക്കാൻ പറ്റുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം സ്റ്റിഫാവും, ഇങ്ങനെ. പിന്നെ പഴയ പോലെ പറക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കഴുകന്മാരെന്ത് ചെയ്യും? ഏതെങ്കിലും ഗുഹയ്ക്കകത്ത് കയറിയിരുന്നിട്ട് ദിവസം അവരുടെ ചിറക് അവർ തന്നെ പറിച്ച് കൊത്തി മാന്തി എല്ലാം പറിച്ച് കളയും. എന്തിനാണ്? പുതിയത് നല്ല സോഫ്റ്റ് ജെൻറ്റിലായിട്ടുള്ളത് വരാൻ വേണ്ടി. ഭയങ്കര ഒരു ആത്മീക പ്രക്രിയയാണത്. അതിൻ്റെ എല്ലാം അത് പറിച്ച് കളഞ്ഞ് പുതിയത് വരും. ഈ സമയത്ത് ഇത് പട്ടിണി കിടന്നാലും ശരി ഈ ഗുഹ വിട്ട് പുറത്തു വരില്ല. എന്തുകൊണ്ട് പുറത്തു വരില്ല? പുറത്തു വന്നാൽ ഏതെങ്കിലും ശത്രുക്കൾ ഈസി ആയിട്ട് അതിനെ തോൽപ്പിച്ച് കളയും. അതുകൊണ്ട് അകത്ത് പട്ടിണി കിടന്ന് അകത്ത് തന്നെ ഇരിക്കും. പുതിയ ചിറക് വരുന്നത് വരെ അകത്തുണ്ടാവും. വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വെളിയിൽ വന്നാൽ എത്ര ഉയരത്തിൽ വേണമെങ്കിലും അവർക്ക് പറക്കാൻ സാധിക്കും. അപ്പോൾ ഈ ജടായുവും സമ്പാത്തിയും 2 വശത്ത് വീണു. നല്ല പ്രായമായി. ഇവരുടെ ചിറകെല്ലാം കരിഞ്ഞു പോയി. പഴയ പോലെ ചെന്ന് ആക്രമിക്കാനും യുദ്ധം ചെയ്യാനൊന്നും പറ്റില്ല. 2 പേർക്കും ഏകദേശം 20,000 വർഷം പ്രായം കടന്നു. ഇതൊക്കെ സംശയിക്കരുത്. അതെങ്ങനെ 20,000 വർഷം ജീവിക്കും? മുമ്പത്തെ യുഗങ്ങളിൽ ജീവിക്കുമായിരുന്നു. അന്ന് രൂപം വലുതായിരുന്നു,
വർഷങ്ങൾ കാലയളവ് അധികമായിരുന്നു, എല്ലാം അധികം. കലികാലത്തിൽ കുട്ടിയായി ഇന്നൊക്കെ ആൾക്കാർ 3 അടി 3.5 അടിയൊക്കെ ഉള്ളൂ. എവിടെ എത്ര ഹൈറ്റാണ്? എല്ലാം പ്രായേന അല്പായുഷസഭ്യ കലൗവസ്മിൻ യുഗേ ജനാഹ. കലിയുഗത്തിൽ വയസ്സ്, സൈസ് എല്ലാം ചെറുതായി അവരുടെ കാഴ്ചപ്പാടും വളരെ നേരം. ഞാൻ എൻ്റെ ഭക്ഷണം, വേറെ ഒരു ചിന്തയില്ല. അങ്ങനെ ആൾക്കാർ പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ടോ? ദൈവമേ എന്നെ മാത്രമേ രക്ഷിക്കണേ, ഞാൻ എൻ്റെ ഭക്ഷണം, വേറെ ഒന്നും. ചിലരുടെ ചിന്തയിൽ അവരുടെ ഫാമിലി പോലും ഇല്ല, അവരെ പോലും മാറ്റി വെച്ചിരിക്കുക. അങ്ങനെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ജീവിതം. ജടായുവും സമ്പാതിയും 2 വശത്ത് വീണു. പ്രായമായി ജടായുക്ക് പറക്കാൻ സാധിക്കില്ല, ആരോഗ്യമില്ല, കാഴ്ച കുറഞ്ഞു, കേൾവി കുറഞ്ഞു. ഇങ്ങനെ മരണവും കാത്തിരിക്കുന്ന ഒരവസ്ഥ. അതായത് ഓൾഡ് ഏജ് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ശാപമാണ്. ജന്മ മൃത്യു ജരാ വ്യാധി. ഓൾഡ് ഏജ് എന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്ത് വീട് മുഴുവനും ഭരിച്ചു, തൻ്റെ സമ്പാദ്യം എല്ലാം ഭരിച്ച്, താൻ പറയുന്നത് കേട്ട് മൊത്തം 300 പേര് 400 പേര് എല്ലാം ജോലി എല്ലാം ഉണ്ടായിരുന്ന ആൾ പതുക്കെ 70-75 ആകുമ്പോൾ ഒരു സൈഡിൽ ഒതുങ്ങേണ്ട അവസ്ഥ. എന്തെങ്കിലും ചെയ്യാൻ പോയാലോ മക്കൾ പറയും, മിണ്ടാതെ ഇരുന്നൂടെ, ഞാൻ വന്ന് ചെയ്യുമല്ലോ, എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? അത് കേൾക്കുമ്പോൾ ആ വയസ്സായ ആൾക്കാരുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു യുദ്ധം ഇല്ലേ? ശരി, മക്കൾ പറഞ്ഞാൽ പോട്ടെ, ചെറുമക്കൾ വന്ന് വഴക്ക് പറയും. ഞാൻ ഹെൽപ്ലെസ് ആണെന്ന് ബോധ്യമാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. എല്ലാത്തിനും പരസഹായം എടുക്കേണ്ടി വരും. ഒന്ന് കുളിക്കാൻ പോകണം, ഒന്ന് ബാത്റൂമിൽ പോകണം, ഒന്ന് വ്യക്തിപരമായി എന്തെങ്കിലും എല്ലാത്തിനും പരസഹായത്തിന് കാത്തിരിക്കുമ്പോൾ ആ മാനസിക അവസ്ഥയുണ്ടല്ലോ, വല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടെങ്കിലും ആൾക്കാർ ഭക്തിയിലേക്ക് വരണം. കാരണം അങ്ങനെ ഉള്ളവർക്ക് ഒരു പ്രയാസമില്ല. ഞങ്ങളുടെ ആശ്രമത്തിൽ കുറേ ഉണ്ട് വയസ്സായവർ, ഒരു പ്രശ്നവും അവർക്ക്. മക്കളെടുത്ത് പോവില്ല, മരുമക്കളെടുത്ത് പോവില്ല. ഇവരെന്താ ചെയ്യുക? ഉള്ള പൈസ എടുത്ത് മായപ്പൂർ വൃന്ദാവൻ ചുറ്റി നടന്ന് ജോളി അടിക്കുക. മക്കൾ ചോദിക്കുക, കൊള്ളാമല്ലോ. ദൈവത്തിനെ ആശ്രയിച്ചാൽ ആ വയസ്സായ കാലം സുഖകരമായിരിക്കും. ഇല്ലെങ്കിൽ മനസ്സിനകത്ത് മഹായുദ്ധം നടക്കും. കാരണം എന്നെക്കൊണ്ട് ഒന്നും സാധിക്കില്ല, എൻ്റെ ഇതെല്ലാം നഷ്ടപ്പെട്ടു എന്ന ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യം ഭയങ്കര വേദനയാണ്. ജനനം എങ്ങനെ വേദനയാണോ, മരണം എങ്ങനെ വേദനയാണോ, അതുപോലെ തന്നെ വാർദ്ധക്യവും രോഗവും വേദനയാണ്. എത്ര പേര് സമ്മതിക്കുന്നു? അതുകൊണ്ട് നമ്മൾ ആത്മീകം മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ ജടായു മരണവും കാത്തിനി ഒന്നുമില്ല, ഇനി തന്നെ കൊണ്ട് ഒന്നും പറ്റില്ല. ഒരു കാലത്തിൽ ദേവാസുര യുദ്ധത്തിൽ തൻ്റെ ചിറകടിക്കുന്ന ശബ്ദം, തൻ്റെ ഉറക്ക വിളിക്ക്, ആ ശബ്ദം കേട്ട് ശത്രുക്കൾ ഭയന്ന് ഓടുമായിരുന്നു. ഇപ്പം എണീറ്റ് അപ്പുറത്ത് പോലും പോകാൻ പറ്റാത്ത അവസ്ഥ. ചാണക്യൻ പറഞ്ഞു, നഹി സുപ്തസ്യ സിംഹസ്യ പ്രവിശ്യന്തി മുഖേ മൃഗാ. വയസ്സായ സിംഹമാണെങ്കിലും വാ തുറന്നു വെച്ചാൽ മുയൽ കയറി വരുമോ? വരില്ല. എണീറ്റ് പോയി യുദ്ധം ചെയ്യണം, എന്നാലേ ഭക്ഷണം കിട്ടുള്ളൂ. നഹി സുപ്തസ്യ സിംഹസ്യ. ഉറങ്ങിക്കിടക്കുന്ന സിംഹം വയസ്സായ സിംഹമാണെങ്കിലും വാ തുറന്നു വെച്ചാൽ പ്രവിശ്യന്തി മുഖേ മൃഗ. മൃഗം വെറുതെ വന്ന് അകത്ത് കയറില്ല. ഇത്രയും ശക്തിമാനായ ജടായു ഇപ്പോൾ ഒന്നുമില്ല, അങ്ങനെ കിടക്കുക. അങ്ങനെ മരണവും കാത്തിരുന്നപ്പോഴാണ് ഒരു ചെറിയ സന്തോഷം ജടായുവിന് ലഭിച്ചത്. എന്താണ്? ആ രാമനും സീതയും ലക്ഷ്മണനും അതേ പഞ്ചവട്ടിയിൽ വന്ന് താമസമായി. അപ്പോൾ അവർ വന്നതുകൊണ്ട് എൻ്റെ വളരെ അടുത്താണ് ശ്രീരാമൻ എൻ്റെ പ്രഭു എന്ന് പൂർണ്ണ ബോധ്യം ജടായുവിനുണ്ടായി. പിന്നെ നിസ്സഹായ അവസ്ഥയിലായപ്പോൾ ജടായു ഇനിയുള്ള ദിവസം രാമൻ്റെ ചരണങ്ങളിലായിക്കോട്ടെ എന്ന് രാമനെ തന്നെ സ്മരിക്കാനും തുടങ്ങി. അങ്ങനെ ഉള്ളപ്പോഴാണ് ഒരു ദിവസം ഒരു അലറുന്ന ഒരു സ്ത്രീ അലറി നിലവിളിക്കുന്ന ശബ്ദം, തൻ്റെ സ്വരത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ ഒരു അഭയവുമില്ലാതെ നിലവിളിക്കുന്ന ശബ്ദം ജടായു കേൾക്കുന്നത് നോക്കിയപ്പോൾ രാവണൻ സീതയെ പിടിച്ച് പുഷ്പക വിമാനത്തിൽ തെക്കോട്ട് എടുത്തുകൊണ്ട് പോവാൻ ലങ്കയിലോട്ട്. സീതാദേവിയാണല്ലോ രാവണൻ. കാരണം രാവണനെ കുറിച്ചൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് ജടായു.
രാവണൻ്റെ മാമന്മാർക്ക് നേരെ ജടായു യുദ്ധം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാക്ഷസന്മാരെന്താണെന്നറിയാം. പർവ്വതം പോലത്തെ ശരീരം ഈ രാവണന്. സീതാദേവി ഒരു പുഷ്പം പോലെ. ഇപ്പം നമ്മൾ ചെന്നിട്ട് ഒരു പൂ പറിക്കണം ചെടിയെന്ന്, ജിമ്മിൽ പോയി ബസ്കിയൊക്കെ ചെയ്തിട്ടാണോ പൂ പറിക്കുന്നത്? അത് കയ്യിൽ തൊടുമ്പോൾ കയ്യോടെ ഇളകി വരും. ഈ രാക്ഷസൻ പർവ്വതം പോലത്തെ രാവണൻ സീതയെ പൂ പോലെ അങ്ങ് പറിച്ചുകൊണ്ട് പോകും. സീതാദേവി ശബ്ദത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ അലറി നിലവിളിക്കുക. ജടായുവിന് മനസ്സിലായി സീതാദേവിയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോകുന്നു. പക്ഷേ പറക്കാൻ ശക്തിയില്ല, രാവണൻ്റെ നേരെ യുദ്ധം ചെയ്യാൻ പറ്റില്ല, ഇനി അഥവാ യുദ്ധം ചെയ്താലും താൻ വിജയിക്കില്ലെന്ന് പൂർണ്ണ ബോധ്യമെല്ലാം ഉണ്ട്. എന്നാലും ജടായു വിചാരിച്ചു, കുറച്ച് ക്ഷണമെങ്കിലും രാവണനെ താമസിപ്പിച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ആര് വരും? രാമനും ലക്ഷ്മണനും വന്ന് രക്ഷിക്കുമല്ലോ എന്ന് വിചാരിച്ച് തൻ്റെ ശക്തി മുഴുവനും ആർജിച്ചുകൊണ്ട് അവസാനത്തെ ഒരു ശ്രമം, കാറ്റിൽ ഉയരെ പറക്കാൻ ശ്രമിച്ചു. സ്വന്തം ശരീരം പോലും സഹകരിക്കുന്നില്ല. എന്നാലും എങ്ങനെയെങ്കിലും രാവണനെ കുറച്ചു നേരം പിടിച്ചു നിർത്താമെന്ന് പറഞ്ഞ് ഉയരെ പറന്ന് ക്ലോസ് നഖങ്ങൾ കൊണ്ടും മൂക്ക് വാ കൊണ്ടും രാവണനെ കൊത്താനും കടിക്കാനും എങ്ങനെയൊക്കെയോ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. രാവണൻ ഈ ഈച്ചയെ ഓട്ടിക്കുന്ന പോലെ ഷു 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 എന്നോടി. രാവണൻ കാര്യമേ ആക്കിയില്ല, നിസാരമായി കണ്ടു. പക്ഷെ ജടായു വിട്ടില്ല. വീണ്ടും വീണ്ടും വന്ന് തൻ്റെ നഖങ്ങൾ കൊണ്ട് ആക്രമിക്കുമ്പോൾ രാവണന് ദേഷ്യം വന്ന് തൻ്റെ ചന്ദ്രഹാസം എടുത്ത് ആ പക്ഷിയുടെ ചിറകുകൾ, കാല്, മൂക്ക് 100 കഷ്ണമായി മുറിച്ചു. സീതാദേവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ജടായു നിന്നെക്കൊണ്ട് പറ്റില്ല, നീ പോയിക്കോ, നീ നിന്നെ രക്ഷിച്ചോ, എൻ്റെ കാര്യം നോക്കണ്ട, ജടായു പോ. പക്ഷേ ജടായു അതൊന്നും കേൾക്കാൻ തയ്യാറല്ല. നിമിഷ നേരമെങ്കിലും എനിക്ക് രാവണനെ തടസ്സപ്പെടുത്താമെന്ന് വിചാരിച്ചു. പക്ഷേ ജടായു പരാജയപ്പെട്ടു. മാംസപിണ്ഡമായി ചോരയോട് ജടായു വന്ന് നിലത്ത് വീണു. കുറച്ചു നേരം കഴിഞ്ഞ് രാമനും ലക്ഷ്മണനും സീതയെ അന്വേഷിച്ചുകൊണ്ട് വരുന്നു. ശ്രീരാമചന്ദ്രമൂർത്തി ഭ്രാന്തനെ പോലെ മരങ്ങളെടുത്തും ചെടികൊടികളെടുത്തും പക്ഷിമൃഗാദികളെടുത്തും എൻ്റെ സീത എവിടെ, സീത എവിടെയെന്ന് അന്വേഷിക്കുന്നു. ലക്ഷ്മണൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കി, എന്തിനാ നീ സീതയെ വിട്ടിട്ട് വന്നത്? ഞാൻ വിടണ്ട എന്നല്ലേ പറഞ്ഞത്? ലക്ഷ്മണൻ പറഞ്ഞു, സീതാമാതാവാണ് എന്നെ നിർബന്ധിച്ചത്, നീ എന്തിനാ വന്നത്? അപ്പോഴാ ചോരപ്പുഴയിൽ ഈ പക്ഷി ഇങ്ങനെ കിടന്ന് പിടയുന്നത് കാണുന്നു. ഉടനെ ലക്ഷ്മണൻ പറഞ്ഞു, ഈ രാക്ഷസ പക്ഷിയാണ് നമ്മുടെ സീതാദേവിയെ തിന്നത് എന്ന് പറഞ്ഞ് വാളും എടുത്തുകൊണ്ട് ആ പക്ഷിയെ കൊല്ലാൻ വന്നു. ഉടനെ ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു, ലക്ഷ്മണ, ഇത് ജടായുവാണ്, നമ്മുടെ പിതാവിൻ്റെ സമാനമാണ് എന്ന് പറഞ്ഞ് ഓടി വന്ന് മാറോട് ചേർത്ത് ജടായുവിനെ ആലിംഗനം ചെയ്തപ്പോൾ ജടായു പറഞ്ഞു, പ്രഭോ, ഞാൻ പരാജയപ്പെട്ടു, എന്നെക്കൊണ്ട് സാധിച്ചില്ല, ഞാൻ പരാജയപ്പെട്ടു. രാവണൻ സീതാദേവിയെ തെക്ക് വശത്ത് തൂക്കിക്കൊണ്ടുപോയി, എന്നെക്കൊണ്ട് തടയാൻ സാധിച്ചില്ല. അപ്പോൾ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്ത് കണ്ണീര് കൊണ്ട് ജടായുയുടെ മേൽ അഭിഷേകം ചെയ്തിട്ട് ശ്രീരാമൻ പറഞ്ഞു, ഈ ഒരു സേവയ്ക്ക് ഞാൻ തിരിച്ചെന്ത് ചെയ്യും? പ്രാണൻ വിടാനിരിക്കുക. ജടായു പറയുന്നു, പ്രഭു ഇവിടെ നിൽക്കണ്ട, അങ്ങ് പോവൂ, സീതാദേവിയെ രക്ഷിക്കൂ. അങ്ങനെ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ മനോഹരമായ മുഖവും കണ്ട് ജടായു അവസാനത്തെ പ്രാണനും വലിച്ചങ്ങ് വിട്ടു. ശ്രീരാമചന്ദ്രമൂർത്തി ജടായുവിന് അന്ത്യേഷ്ടിക്രിയ, തൻ്റെ സീതാദേവിയെ അന്വേഷിക്കുന്ന ആ യാത്ര നിർത്തിവെച്ച് ജടായുവിന് അവസാനത്തെ കർമ്മവും ചെയ്തിട്ടാണ് ശ്രീരാമചന്ദ്രമൂർത്തി പോയത്. അപ്പോൾ രാമായണത്തിൽ അവിടെ വിവരിക്കുന്നു, ജടായു പരാജയപ്പെട്ടു തൻ്റെ സേവനത്തിൽ. പക്ഷെ ആരെങ്കിലും അങ്ങനെ കാണൂ? ജടായു പരാജയപ്പെട്ടു. അതുകൊണ്ട് ഭഗവാൻ ഗീതയിൽ പറയുന്നു, സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത്. ഭക്തിയിൽ ഒരു ചെറിയ സേവനം ചെയ്താൽ മതി, ചെറിയ കാര്യം പകുതി ചെയ്താൽ, കാൽഭാഗം ചെയ്താൽ, ഇനി വേണ്ട, നാളെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ പോലും ദൈവത്തിന് ഇഷ്ടമാണ്. ഓഫീസിൽ പോകണം, മാനേജർ ചോദിക്കുന്നു, എന്താ തീർക്കാത്തത്? അല്ല, ഞാൻ ഒരാഴ്ച കൊണ്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുക, 1 മാസത്തിൽ ഞാൻ തീർക്കും എന്ന് പറഞ്ഞാൽ സമ്മതിക്കും? വീട്ടിൽ പറഞ്ഞു വിടും. നേരെ ചെയ്താൽ തന്നെ കുറ്റം കണ്ടുപിടിച്ച് പറഞ്ഞു വിടും. പക്ഷെ ഭഗവാന്റെ കാര്യത്തിൽ അങ്ങനെ സ്വൽപമപ്യസ്യ ധർമ്മസ്യ, ഈ ധർമ്മത്തിൽ ഒരു ചുവടെടുത്ത് വെച്ചാൽ മതി. ഇല്ല, നാളെ ചെയ്യാമെന്ന് ആഗ്രഹിച്ചാൽ മതി. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പേ ഞാൻ 2030 തൊട്ട് ജപിച്ചോളാം എന്ന് സത്യപ്രതിജ്ഞ ചെയ്താലും ഭഗവാന് വളരെ സന്തോഷമാണ്.
എങ്ങനെ വേണമെങ്കിലും ഭഗവാനെ പറ്റിക്കാം. ആ ഒരു വാക്കിനെ ഭഗവാൻ എടുത്തോളും. സ്വൽപ്പം തപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോപയാ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ